ഇഡലിക്കടൈ നമ്മുടെ ധനുഷ് എഴുതി സംവിധാനം ചെയ്ത് പ്രധാന കഥാപാത്രമായിട്ടും 2-3 പാട്ടും പാടി ഡാൻസും കളിച്ച് ആറാടിയ പടമാണ് ഇഡലിക്കടൈ. ആൻഡ് സിനിമ സത്യസന്ധത പറയല്ലോ, നമ്മൾ ഇതിനു മുന്നേ 1000 വട്ടം കണ്ട അതേ കഥ അതേ ടെംപ്ലേറ്റ് രീതിയിൽ തന്നെ തിരിച്ചെടുത്ത് വെച്ചു. പക്ഷെ അത് പറയുമ്പോൾ പോലും എനിക്ക് സിനിമ ഇഷ്ടമായി. ഞാൻ ഈ സിനിമ ഒരു രീതി നന്നായി എൻജോയ് ചെയ്ത് തന്നെ ഇരുന്ന് കണ്ടു. അപ്പോൾ സത്യം പറഞ്ഞാൽ പടം തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ പൊന്നോ, ഇനി ഇതൊരു 2.5 മണിക്കൂർ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ, ഇതെങ്ങനെ സഹിക്കും എന്നുള്ളൊരു തോട്ട് എൻ്റെ മനസ്സിൽ വന്നെങ്കിൽ പോലും പോകും തോറും ഞാനിങ്ങനെ ഐ ഗോട്ട് യൂസ് ടു ഇറ്റ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ഇടയ്ക്ക് കയറി വരുന്ന കുറച്ച് ഹ്യൂമർ കണ്ട് ചിരിച്ചു, ആക്ഷൻ കണ്ട് കുറച്ച് ചാർജായി, റൊമാൻസ് നല്ല രസിച്ചിരുന്ന് കണ്ടു, മെലോ ഡ്രാമാറ്റിക് പരിപാടി കണ്ട് കരഞ്ഞ് ചത്തു എന്നല്ല പറയുന്നത്, ബട്ട് ഫീൽ ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ ഒരു നല്ലൊരു, സത്യം പറയാമല്ലോ, ഇറ്റ്സ് എ ഫാമിലി മൂവി. ഇതൊരു പക്ക കുടുംബ ചിത്രമാണ്. ഡെഫിനറ്റ്ലി ഫാമിലി ഓഡിയൻസിന് തിയേറ്ററിൽ പോയി ചെക്കൗട്ട് ചെയ്യാൻ പറ്റിയ ഒരു പടം തന്നെയായിട്ടാണ് എനിക്ക് ഇഡലിക്കടൈ ഫീൽ ചെയ്ത്. ഇനി സിനിമയെ പറ്റി കൂടുതൽ സംസാരിക്കുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു തിയേറ്ററിൽ പോയി ഒരു സിനിമ ഇരുന്ന് കാണുക, നമുക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്നല്ലെങ്കിൽ ഉറങ്ങും, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് വന്നല്ലേ എന്തായാലും ഇരുന്ന് കളയാമെന്ന് പറഞ്ഞാൽ കടിച്ച് പിടിച്ചിരിക്കും. അത്രയ്ക്കും സഹിക്കാൻ പറ്റാത്തൊരു സിനിമയാണെങ്കിൽ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോവും അല്ലേ? കാരണം ഇത് നമ്മളെല്ലാവരും തിയേറ്റർ മാനേഴ്സ് ഫോളോ ചെയ്യുന്ന ഒരു നല്ലൊരു ഓഡിയൻസ് മെമ്പറാണ് അല്ലേ? അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സിനിമ ഇഷ്ടമായില്ല എന്ന് വെച്ച് ആ തിയേറ്ററിൽ ഇരിക്കുന്ന ബാക്കിയുള്ള എല്ലാവർക്കും ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല അർത്ഥം. അതും പറഞ്ഞ് നിങ്ങൾക്ക് തുടക്കം മുതൽ അവസാനം വരെ ചളുവയടിച്ച് കൗണ്ടർ അടിച്ച് മറ്റുള്ളവരുടെ ആസ്വാദനത്തിന് പുല്ല് വില കൊടുക്കുക എന്ന് പറയുന്ന പരിപാടി അത്രയ്ക്ക് ശരിയല്ല കേട്ടോ. ശരി തന്നെയാണ്, നിങ്ങൾ പൈസ കൊടുത്തിട്ട് തന്നെയാണ് തിയേറ്ററിൽ വന്ന സിനിമ കാണുന്നത്, അതുപോലെ തന്നെ മറ്റുള്ളവരും. സോ മറ്റുള്ളവരുടെ ആസ്വാദനത്തിനും കുറച്ച് വില കൊടുക്കുക, തിയേറ്റർ മാനേഴ്സ് പറ്റുന്നത്രയും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ തിയേറ്റർ എന്ന് പറയുന്നത് പബ്ലിക് പ്ലേസ് ആണ്. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നമുക്കിനി സിനിമയെ പറ്റി സംസാരിക്കാം. ആദ്യം തന്നെ ധനുഷിന്ന് തുടങ്ങാം. ധനുഷിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. അണ്ണൻ ഏത് റോള് കൊടുത്താലും അണ്ണൻ സൂപ്പറായിട്ട് തന്നെ പെർഫോം ചെയ്ത് വയ്ക്കും. അതന്നെയാണ് ഇവിടുത്തെയും കേസ്. ധനുഷിൻ്റെ ഡയറക്ഷനും സെയിം. നമ്മൾ ഇതിന് മുന്നേ ഇറങ്ങിയ ധനുഷിൻ്റെ 2 സിനിമകളും ഞാൻ കണ്ടില്ല, ഞാൻ റായൻ മാത്രമേ കണ്ടുള്ളൂ. ബട്ട് ആ ഒരു സിനിമയുടെ തന്നെ ഇപ്പോൾ കാര്യം പിടികിട്ടി, ധനുഷ് ഒരു കിടിലൻ ഡയറക്ടർ തന്നെയാണ്. ആൻഡ് അത് പ്രൂവ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഇഡലിക്കടൈ എന്ന് പറയുന്ന സിനിമ. നല്ല ഡയറക്ഷൻ തന്നെയായിരുന്നു. പക്ഷേ ധനുഷിൻ്റെ റൈറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്നെ റായൻ എന്നുള്ള സിനിമയിൽ നിരാശപ്പെടുത്തിയൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ധനുഷിൻ്റെ റൈറ്റിംഗ് ആയിരുന്നു. ആൻഡ് ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ധനുഷിൻ്റെ റൈറ്റിംഗ് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്, ബട്ട് ഇറ്റ് സ്റ്റിൽ ഹാസ് സം ഇഷ്യൂസ്. അഥവാ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള കുറച്ച് ഡയലോഗ്സ് ആണെങ്കിലും കുറച്ച് സീൻസ് ആണെങ്കിലും കുറച്ച് ഔട്ട് ഓഫ് പ്ലേസ് ആൻഡ് ഓക്വേർഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അഥവാ അതെന്തിനാ അങ്ങനെ തന്നെ ചെയ്ത്, എന്തിനെങ്ങനെ ചെയ്ത് എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതുപോലെ ചില സീനൊക്കെ സത്യം പറഞ്ഞാൽ ഇമോഷണലി അത്രയ്ക്കും പവർഫുൾ ആവേണ്ടതായിരുന്നു. അഥവാ നമ്മളെ കരഞ്ഞ് മെഴുകി മനസ്സിങ്ങനെ അങ്ങനത്തെ സീനുകൾ ആ ഒരു ലെവൽ ഓഫ് ഇമോഷനിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് അഗൈൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. സോ ഡെഫിനറ്റ്ലി ഇനിയും ഇമ്പ്രൂവ് ചെയ്യാം. ബട്ട് അഗൈൻ കമ്പാരിറ്റീവ്ലി റായനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി റൈറ്റിംഗ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇനി മറ്റുള്ള പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നിത്യ മേനൻ തന്നെ തുടങ്ങാം. നിത്യ മേനൻ ഒരു ടിപ്പിക്കൽ ഹീറോയിൻ ക്യാരക്ടർ തന്നെയാണ്. കുറേ സീൻസിലൊക്കെ ക്യൂട്ട്നെസ് വാരി നിറയ്ക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് ദൈവത്തിൻ്റെ ഭാഗം കൊണ്ട് അത് വെറുപ്പിക്കലായി തോന്നിയില്ല, നല്ല രസമായിട്ട് തന്നെ നിത്യ മേനൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ സത്യരാജ് അങ്ങനത്തെ ഒരു പാരൻറ്റ് ക്യാരക്ടർ നല്ല രസമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതുപോലെ അരുൺ വിജയ് ഒരു സ്റ്റീരിയോ ടിപ്പിക്കൽ റിച്ച് സ്പോയിൽഡ് ബ്രാറ്റി ബോയ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. അത് ചില ഭാഗങ്ങളിലൊക്കെ എനിക്ക് കുറച്ച് ഫോഴ്സ്ഡ് ആയിട്ട് കുറച്ച് ആർട്ടിഫിഷ്യലായി തോന്നിയെങ്കിലും ഓവറോൾ നന്നായിട്ട് തന്നെ ചെയ്തു. അത് കുഴപ്പമില്ലാണ്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവസാനം എത്തുമ്പോൾ ശരിക്കും നമുക്ക് മുഖത്തേക്ക് ഒരു 3-4 കൊടുക്കാൻ തോന്നും നമുക്ക്. അത് മതിയല്ലോ. പിന്നെ സമുദ്രക്കനിക്ക് കുറെ പടപ്പൻ കിടിലൻ ഡയലോഗ്സ് കിട്ടിയിട്ടുണ്ട്. അഥവാ ഭയങ്കര സിമ്പിൾ ഡയലോഗ്സാണ്, പക്ഷേ അതിൻ്റെ ഡെലിവറി ആണെങ്കിലും അതിൻ്റെ ടൈമിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല രസമായിരുന്നു. സമുദ്രക്കനി നന്നായിട്ട് തന്നെ ചെയ്തു. അതുപോലെ പാർത്ഥിവൻ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പാർത്ഥിവൻ്റെ ഒരു സീൻ ഈ പടത്തിലുണ്ട് കേട്ടോ. അഥവാ തിയേറ്ററിൽ ആകെ ആൾക്കാരനെ ഒന്ന് കൊണ്ട് ക്ലാപ്പൊക്കെ അടിപ്പിച്ച ഒരു സീൻ അതായിരുന്നു. അത് നല്ല രസമുള്ള സീനായിരുന്നു. അതിൻ്റെ ടോട്ടാലിറ്റിയിൽ നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇവരെല്ലാവരും അഗൈൻ നല്ല നടന്മാരാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അവരൊക്കെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ടെക്നിക്കലി ദിസ് മൂവി ഈസ് ബ്രില്യൻറ്റ്. അഥവാ വിഷ്വലി ഈ ഒരു പടം ഗംഭീരമായിട്ടുണ്ട്. നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കുക. ഓരോ ഫ്രെയിം ഇങ്ങനെ നമുക്ക് നല്ല രസമായിട്ട് തന്നെ അവരെടുത്ത് വെച്ചിട്ടുണ്ട്. ആകെ ഉള്ളൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ചില സീൻസിൽ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഡയലോഗ്സിന് ഓവർടേക്ക് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു. അതുകൊണ്ട് ഈ ഡയലോഗ്സ് ഒക്കെ ചില ഭാഗങ്ങളിൽ ക്ലിയർ ആയിരുന്നില്ല. അത് മാത്രമേ എനിക്ക് മേക്കിങ്ങിൽ ഒരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നത്. അതർ ദാൻ ദാറ്റ് ദിസ് മൂവി ഈസ് ടെക്നിക്കലി ഇൻക്രെഡിബിൾ. പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യം പറയുമ്പോൾ GV പ്രകാശ് കുമാർ, എൻ്റെ അണ്ണൻ വയലിനിട്ട് മെഴുകുകയാണ്. ഇങ്ങനെ എത്ര വയലിനാണ് ഈ സിനിമയ്ക്ക് വേണ്ടി പൊട്ടിച്ചതെന്ന് അറിയില്ല. ബിക്കോസ് ആ ലെവലിലാണ് അവർ ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ജോക്കായിട്ട് പറഞ്ഞല്ല, കിട്ടിയില്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഐ മീൻ GV പ്രകാശ് കുമാറിൻ്റെ മ്യൂസിക് ഇല്ലാണ്ട് ഈ സിനിമ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ബിക്കോസ് 2-3 സീന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സീനിലും അണ്ണൻ്റെ മ്യൂസിക് ഉണ്ട്.
അതിങ്ങനെ കടന്നിങ്ങനെ പടത്തിനിങ്ങനെ പറ്റുന്നത്ര എലവേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ചില സീനൊക്കെ സത്യം പറഞ്ഞാൽ അണ്ണൻ്റെ മ്യൂസിക് കാരണമാണ് എന്തെങ്കിലും എനിക്ക് ഫീൽ ചെയ്തതെന്ന് വരെ എനിക്ക് പറയാൻ തയ്യാറാണ്. അത്രയ്ക്കും നന്നായിട്ട് GB പ്രകാശ് കുമാറിൻ്റെ ഹെൽപ്പ് ചെയ്തു എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതുപോലെ പാട്ടെന്ന് പറയാനായിട്ട് 1-2 പാട്ടുണ്ട്, അതും കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഈ പടം കണ്ടപ്പോൾ എനിക്ക് എവിടെ അങ്ങനെ ബോറൊന്നും അടിച്ചില്ല. തുടക്കം മുതൽ അവസാനം വരെ ഞാൻ നന്നായി എൻജോയ് ചെയ്ത് തന്നെ കണ്ട ഒരു സിനിമയാണ് ഇഡ്ഡലിക്കട. അങ്ങനെ എൻജോയ് എന്ന് പറഞ്ഞാൽ ഇതൊരു എൻ്റർടൈനർ, കിഡിലൻ റൊമാൻറ്റിഫിക്കേഷൻ, ചിരിച്ച് ചത്ത് അങ്ങനത്തെ ഒരു പടമല്ല. ഇതൊരു സ്ലോ പേസിൽ മൂവ് ചെയ്യുന്ന ഈ മെലോ ഡ്രാമ അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ ഇമോഷൻസിൽ കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുള്ള അവിടെ ഇവിടേക്കായിട്ടൊക്കെ കുറച്ച് ചിരിക്കാനുള്ള ഹ്യൂമർ പരിപാടികളും കുറച്ച് ആക്ഷൻ, കുറച്ച് റൊമാൻസ്, അങ്ങനത്തെ ഒരു പക്ക ടെംപ്ലേറ്റ് ഫാമിലി ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് എനിക്ക് ഇഡ്ഡലിക്കട ഫീൽ ചെയ്തത്. ഡെഫിനറ്റ്ലി കുടുംബമായിട്ട് തിയേറ്ററിൽ പോയി ചെക്കൗട്ട് ചെയ്യാൻ പറ്റിയ പടം തന്നെയാണ്. ഇതിൽ കൂടുതൽ നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷ പോയാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ സിനിമ നിരാശപ്പെടുത്തും. ബട്ട് ഇത് പ്രതീക്ഷ പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള സാധനം തന്നെ ഉണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത്. ബട്ട് ദാറ്റ്സ് മൈ ഒപ്പീനിയൻ ഓൺ ഇഡ്ഡലിക്കട. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കരുത്. ആൻഡ് ഐ വിൽ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.